പരിശുദ്ധ അമ്മ കൃപ നിറഞ്ഞവളായിരുന്നു. ഈശോയ്ക്ക് ജന്മം നൽകുന്ന ആ സമയത്തല്ല കൃപ നിറഞ്ഞത്. ഓൾറെഡി കൃപയുടെ നിറകുടമായിരുന്ന പരിശുദ്ധ അമ്മയുടെ അടുക്കിലേക്കാണ് ദൂതൻ പ്രത്യക്ഷപ്പെടുന്നത്. നമുക്ക് ചിന്തിക്കാവുന്നൊരു കാര്യം, നമ്മുടെ ഉള്ളിൽ കൃപ നിറഞ്ഞു നിൽപ്പുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. നഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിനെ തിരിച്ചു പിടിക്കുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ചില കൃപയുടെ നഷ്ടമാവുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. ആ അവസ്ഥകളെ നിന്നിലേക്ക് സമർപ്പിക്കുന്നു. വീണ്ടും എന്നിൽ കൃപയുള്ള മനുഷ്യനാണെന്ന് ദൂതൻ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് പറയാൻ സാധിക്കണം. അങ്ങനെയായിരിക്കണം പരിശുദ്ധ അമ്മയെ പോലെ കൃപ നിറഞ്ഞവൾ എന്ന് വിളിക്കുവാൻ, കൃപ നിറഞ്ഞവൻ എന്ന് വിളിക്കുവാൻ നമുക്ക് സാധിക്കണം. ദൈവം നമ്മെ നോക്കി നല്ല മനസ്സിന് ഉടമയെന്ന് വിളിക്കുവാൻ സാധിക്കുമോ? ദൈവത്തിന് മുമ്പിൽ നന്മയുള്ള ഹൃദയമായി കൃപ നിറഞ്ഞവരായി നമുക്ക് മാറാം.